ഹലോ ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ഷാമിൻ്റെ പുതിയൊരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമേ കാണിക്കുന്നത് വരണം ആ ഫോട്ടോയും എടുത്തിട്ട് എല്ലാവരും ചോദ്യം ചെയ്യാനായിട്ട് ഹാളിലേക്ക് വിളിച്ച് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നത് ഈ കുറേ നേരമായാലും എന്താ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞങ്ങളെ നിർത്തിയിരിക്കുന്ന എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരുന്നുണ്ട്, ആ കാര്യം പറയാനുണ്ട്. ഇവിടെ ഞാൻ സ്നേഹിച്ചതും ഞാൻ കണ്ടതും പ്രിയങ്ക എന്ന ഈ പെൺകുട്ടിയല്ല, വേറൊരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാരും വിശ്വസിച്ചില്ല. ഇപ്പോൾ അത് അതിനുള്ള തെളിവ് എന്നു പറഞ്ഞിട്ട് വരുൺ ആ ഫോട്ടോ മേശപ്പുറത്തേക്ക് ഇടുന്നുണ്ട്. പക്ഷേ വരുൺ ആ ഫോട്ടോ ഇടുമ്പോൾ മുത്തശ്ശിയും ബിജുക്കുട്ടനും വരുണിൻ്റെ അമ്മയൊക്കെ കൂടിയിട്ട് ഒന്ന് ആകാംക്ഷയോടുകൂടി ആ ഫോട്ടോത്തിലേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി ആ ഫോട്ടോ എടുത്ത് നോക്ക് കുറച്ച് നേരം നെറ്റി ചൊളിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ പറയുന്ന ഇതിലാരെയും പടം കാണുന്നില്ലല്ലോ, ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി വരുണിനോട് പറയുന്നുണ്ട്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, ആ കാണില്ല, അത് കാണാണ്ടിരിക്കാനും അതുപോലെ അത് തെളിവ് നശിപ്പിക്കാനൊക്കെ ഇവിടെ ഒരാളുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ ഫോട്ടോ ഞാൻ അതിൽ നിന്ന് ആൽബത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെങ്കിൽ ആൽബത്തിൽ അതിലൊരു അകൽച്ച ഉണ്ടാവും, ആൽബത്തിലൊരു ശൂന്യമായൊരു പ്ലേസ് ഉണ്ടാവും, നിങ്ങൾ ആൽബം നോക്കാൻ പറയും. അപ്പോൾ മുത്തശ്ശേരി പോണ ഒരു ആൽബം എൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നല്ലേ ഇരുന്നിരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഒരു കൂസലുമില്ലാതെ പ്രിയങ്ക നിൽക്കുന്നുണ്ട്. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, ശരിയാണ് വരുൺ പറയുന്നത് ശരിയാണ്, നിങ്ങൾക്ക് എന്താ വരുണിൻ്റെ മനസ്സുകൂടി മനസ്സിലാക്കിയാൽ വരുൺ പറയുന്ന പോലെ ചെയ്യാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആൽബം എടുത്തിട്ട് ബിജുക്കുട്ടൻ നോക്കുന്നുണ്ട്. പക്ഷേ ആൽബത്തിന് മുമ്പേ തന്നെ ഈ ഒരു പ്രശ്നമാവുന്നതിന് മുമ്പ് തന്നെ കൽപ്പന പ്രിയങ്ക ആ 2 ഫോട്ടോ എടുത്തിട്ട് അവിടെ ഒട്ടിച്ച് വെച്ചിരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആൽബം നോക്കുമ്പോൾ അതിൽ വിടവും അകൽച്ചയൊന്നും കാണുന്നില്ല. അപ്പോൾ മുത്തശ്ശി ഇതിലുള്ള ഫോട്ടോസൊക്കെ അങ്ങനെ തന്നെ ഉണ്ടല്ലോ, പിന്നെ നീ എന്തിൻ്റെ കാര്യം എങ്ങനെയാണ് പറഞ്ഞത്, നിനക്ക് കുറച്ച് വിവരം ബുദ്ധി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇപ്പോൾ എനിക്കും നിൻ്റെ ഇത് തെറ്റിപ്പോയോ എന്നൊക്കെ പറയുമ്പോൾ വരുൺ ദേഷ്യപ്പെടുന്നുണ്ട്. വരുൺ ആ ഫോട്ടോ എടുത്തിട്ട് കളഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. കൽപ്പന പണ്ട് ആദ്യമായിട്ടൊരു കല്യാണം കഴിഞ്ഞപ്പോൾ കല്യാണം മറക്കാത്തൊരു കല്യാണമായിപ്പോയി, ഇവിടുത്തെ ആൾക്കാരൊക്കെ ഹമ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് കൽപ്പന നെറ്റി ചൊളിച്ചിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ പ്രിയങ്ക ഒരു കള്ളക്കരച്ചിലൊക്കെ കരയുന്നുണ്ട് കേട്ടോ. പിന്നെ പ്രിയങ്ക ഇങ്ങനെ കരയുന്നുണ്ട്. ഇത് കാണുമ്പോൾ മുത്തശ്ശി വരുണിൻ്റെ അമ്മയോട് പറയുന്നുണ്ട് അവളെ പോയി സമാധാനിപ്പിക്കാൻ. അങ്ങനെ വരുണിൻ്റെ അമ്മ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ പ്രിയങ്ക കരഞ്ഞപ്പോൾ ഞാൻ കുറ്റപ്പെടുത്തിയെങ്കിൽ എന്നെ ശിക്ഷിച്ചോട്ടെ അമ്മയെ, പക്ഷെ ഞാനിതൊന്നും ചെയ്യേണ്ട, എന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ വരുണിൻ്റെ അമ്മ പറയാം, എന്താ അവൻ്റെ മനസ്സിന് എന്തോ പറ്റിയിട്ടുണ്ട്, ചുറ്റും ശത്രുക്കളാണ്, ഈ വീട്ടിലുള്ളവർ തന്നെ അവൻ്റെ ശത്രുക്കൾ, അങ്ങനെ അവനെ മനസ്സ് മാറ്റിയെടുക്കാൻ അവർക്ക് പറ്റുമെന്നൊക്കെ ഇങ്ങനെ വരുണിൻ്റെ അമ്മ പ്രിയങ്കയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പ്രിയങ്ക പിന്നെ വളരെ വിഷമത്തിൽ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, മുത്തശ്ശി കണ്ട സമയത്ത് മുതൽ മുത്തശ്ശിയെ ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് കാണുന്നത്, മുത്തശ്ശി വരുണിനെ വെറുക്കരുത്, വരുൺ എന്നെ ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ മുത്തശ്ശി പറഞ്ഞാൽ മതി, ഞാൻ പൊക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പ്രിയങ്ക. മുത്തശ്ശി പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പറയല്ല മോളെ, ഇത് ഇവിടെ ഈ വീടിന് എന്തൊരു ദോഷം ബാധിച്ചിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടായത്, നീ എല്ലാം അങ്ങ് മറന്നു കളഞ്ഞേക്ക്, ഈ കണമംഗലത്തിൻ്റെ സ്വത്താണ് നീ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി നെഞ്ചിലേക്ക് ചേർക്കുന്നുണ്ട് പ്രിയങ്ക കുറച്ച് നേരം ഇങ്ങനെ കരഞ്ഞിട്ട് കള്ളക്കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുന്നുമുണ്ട് കേട്ടോ അവരെ സോപ്പിട്ട ഒരു മാതിരിയിൽ. പിന്നെ കാണിക്കുന്നത് ഐശ്വര്യയും മാലിന്യം കൂടിയിട്ട് ദേവനാരായണ നമ്പൂതിരിയുള്ള അമ്പലത്തിലേക്ക് വരുന്നുണ്ട് ഷൂട്ടിങ് കഴിഞ്ഞ്. എന്നിട്ട് മാലിന്യം പറഞ്ഞു, നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനെന്ന് പറയും, ഇവിടെ ആരെവിടെയും ചോദിച്ചാലും അറിയാമല്ലോ പിന്നെ പ്രസാദ് ഷൂട്ട് ചെയ്ത അമ്പലത്തിൻ്റെ ഇതാണോ എന്നുള്ളത്. അങ്ങനെ അവർ അമ്പലത്തിൻ്റെ അവിടേക്ക് വന്നിട്ട് ദേവനാരായണ നമ്പൂതിരിയെ കാണുന്നുണ്ട്. അപ്പോൾ നമസ്കാരം തിരുമേനി എന്നിങ്ങനെ പറയുന്നുണ്ട്, നമസ്കാരം എന്ന് പറയും. അപ്പോൾ ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്, ഞങ്ങൾ ഈ അമ്പലത്തെക്കുറിച്ച് കുറേ കേട്ടിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ നമ്പൂതിരി പറയുന്നുണ്ട്, ആ ഒരുപാട് പേര് കേട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് അവർ പ്രാർത്ഥിച്ച് മടങ്ങാറാ പതിവെന്ന് അറിയുന്നുണ്ട്. അങ്ങനെ ഐശ്വര്യ പറയുന്നുണ്ട്, ഇവിടെ വിനയ് പ്രസാദ് ഷൂട്ടിങ്ങിന് വന്നിരുന്നില്ലേ എന്നിങ്ങനെ ഐശ്വര്യ ചോദിക്കുന്നുണ്ട് നമ്പൂതിരിയോട്. ഐശ്വര്യയും മാലിന്യം വരുമ്പോൾ രാധിക അവിടെ പൂ കെട്ടുന്നുണ്ടാവും, രാധയുടെ പുറകുവശത്ത് കൂടെയാണ് വരുന്നത്, പക്ഷേ രാധികയെ കാണുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്പൂതിരി അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, ഞാൻ പ്രസാദം എടുത്ത് തരാമെന്നിങ്ങനെ പറയും. പക്ഷേ അതിൻ്റെ ഇടയിൽ ഐശ്വര്യ ചോദിക്കുന്നുണ്ട്, പിന്നെ പ്രസാദിൻ്റെ ഒക്കെ ഷൂട്ടിങ് ഇനിയും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്പൂതിരി പറയുന്നുണ്ട്, ഇല്ല ഇവിടെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്, എവിടെ ഷൂട്ടിംഗ് ഉള്ള സ്ഥലം തിരുമേനിക്ക് അറിയാമോ, അതൊന്നും എനിക്കറിയില്ല എന്ന് പറയും. അപ്പോൾ ഐശ്വര്യ ചോദിക്കുന്നുണ്ട്, വിനയ് പ്രസാദിൻ്റെ കൂടെ അനിയത്തി എന്നാണ് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അതിനെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും എനിക്കറിയില്ല, എനിക്ക് അത്ര താല്പര്യമില്ലാത്ത കാര്യത്തോണ്ട് ഞാൻ അവരോടൊന്നും ചോദിക്കാറില്ല, അനിയത്തിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ എനിക്കതറിയില്ല എന്ന് പറയും. നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, ഞാൻ പ്രസാദം എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് തിരുമേനി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നുണ്ട്. അങ്ങനെ ഐശ്വര്യ മാലിനിയോട് പറയുന്നുണ്ട്, മാലിനി നീ പുറത്ത് പോയൊക്കെ ഒന്ന് അന്വേഷിക്കുക, ഞാൻ ഇവിടെയൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതിനിടയിൽ പൂജയ്ക്കുള്ള പൂവും സാധനങ്ങളും രാധിക അപ്പുറത്തെ സൈഡിൽ നിന്ന് പറിക്കുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ.
ഈശ്വരൻ ഇങ്ങനെ നോക്കുന്നവർക്ക് അവിടെ ഒരു തിരുമേനി ഇരിക്കുന്നുണ്ട്. അവിടെ ചെന്ന് തിരുമേനിയോട് ചോദിക്കുന്നുണ്ട്, തിരുമേനി അന്ന് ഇവിടെ ഷൂട്ടിങ്ങിന് വന്ന വിനയപ്രസാദിൻ്റെ കൂടെ അനിയത്തി എന്നാണ് ഒരു കൊച്ചുണ്ടായി, തിരുമേനി അറിയുമെന്ന് ചോദിക്കുമ്പോൾ പറയും ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു, അതിലിപ്പോൾ ഏതാണെന്ന് എനിക്കറിയില്ല എന്ന് പറയും. അപ്പോൾ പറയും അന്ന് വിനയപ്രസാദിൻ്റെ കൂടെ ശ്യാമ എന്ന ആർട്ടിസ്റ്റിനെ കാണാൻ പോയിട്ട് അവിടെ ബ്ലഡ് കൊടുത്തതായിട്ട് ഒരു അനിയത്തിയാണെന്ന് പറയുന്നത്. ആ കൊച്ചിനെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ ആരോടെങ്കിലും തിരക്കി നോക്കാം, ആരെങ്കിലും അറിഞ്ഞാലും എനിക്കറിയില്ല എന്നിങ്ങനെ തിരുമേനി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഐശ്വര്യ അവിടെ നിന്നും തിരിഞ്ഞ് ഇങ്ങോട്ട് പോരുന്നുണ്ട്. ഐശ്വര്യ നേരെ ഭഗവാന്റെ മുമ്പിൽ വന്നിട്ട് പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ ഇന്നുള്ളത് മുഴുവൻ ആസ്വദിച്ച് തീരും മുമ്പ് പെട്ടെന്നൊരു ദിവസം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ആവല്ലേ ഭഗവാനെ, എപ്പോഴും എനിക്കത് ആസ്വദിക്കാനുള്ള കഴിവുണ്ടാവണം, എല്ലാം മുതൽ എൻ്റേതാവണേ, അങ്ങനെ കൈവിട്ട് പോകലൊന്നും എൻ്റെ കയ്യിൽ നിന്ന്, പിന്നെ ശ്യാമയുടെ മുമ്പിൽ ആ മകൾ ഒരിക്കലും എത്തിച്ചേരല്ലേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഐശ്വര്യ. അതിന് മുമ്പ് എനിക്ക് കാണിച്ചു തരണേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇടയിൽ ഐശ്വര്യ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു സമയത്ത് രാധിക കുറേ പൂവ് അച്ഛൻ പൂജ സമയിക്കുന്ന ആ സ്ഥലത്ത് കൊണ്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൂക്കളും പ്രസാദവും ഒക്കെ രാധിക കുറേ നേരമായിട്ട് അവിടെ വെച്ചിട്ടും ഐശ്വര്യ രാധികയെ കാണുന്നില്ല. രാധിക അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് മടങ്ങുന്ന സമയത്തായിരിക്കും ഐശ്വര്യ കണ്ണ് തുറക്കുന്നത്. അങ്ങനെ ഐശ്വര്യ പ്രാർത്ഥിക്കലൊക്കെ കഴിഞ്ഞ് വേറൊരു സൈഡിലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഐശ്വര്യക്ക് ഒരു കോൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആരും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ രാധികയും ശ്യാമയും കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ പറയുന്നുണ്ട്, ശ്യാമയും ഞാനിപ്പോൾ ഒരു ഓട്ടപ്പാച്ചിലിൽ ആരെയൊക്കെ ആ കുട്ടി ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ള ധൃതിയിലാന്നൊക്കെ ഇങ്ങനെ ഐശ്വര്യ ആരോട് സംസാരിക്കുന്നുണ്ട്. ഇതിനിടയിൽ പൂജയൊക്കെ കഴിഞ്ഞിട്ട് പ്രസാദം ഒരു സ്ത്രീക്ക് കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ രാധികയും പ്രാർത്ഥിക്കുന്നുണ്ട്. രാധികയും കൊടുത്തിട്ട് പറയും, മോളെ ഇത് ആ സ്ത്രീക്ക് കൊണ്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ രാധിക ഐശ്വര്യയുടെ അരികിലേക്ക് പ്രസാദം കൊടുക്കാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഐശ്വര്യ ഒരു വക്കീലിനായിട്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് തോൽക്കണ കാഴ്ചയെ കുറിച്ചിട്ട് എനിക്ക് ആലോചിക്കാനേ പറ്റുള്ളൂ, എനിക്ക് ജയിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനിടയിൽ രാധിക വന്നിട്ട് മേഡം പ്രസാദം ഇങ്ങനെ പറയുന്നുണ്ട്. രണ്ടാമത്തതിൽ അവൾ തിരിഞ്ഞ് നിന്നിട്ട് തന്നെ കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. രാധിക അതിൽ പ്രസാദം വെച്ച് കൊടുത്തിട്ട് മടങ്ങൊന്നും കേട്ടോ. പക്ഷേ ഐശ്വര്യയ്ക്ക് കാണാൻ പറ്റില്ല. ഐശ്വര്യ അത്ര അടുത്തെത്തിയിട്ട് പോലും ഐശ്വര്യ കാണുന്നില്ല. അതിനിടയിൽ മാലിനി തിരിഞ്ഞിങ്ങനെ വരുന്ന മാലിനിയുടെ മുന്നിലേക്കായിരിക്കും രാധികയെ ചെല്ലുന്നത്. പക്ഷേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പോരുന്ന കാരണം മാലിനിയും രാധികയെ കാണുന്നില്ല. അങ്ങനെ മാലിനി ഐശ്വര്യയുടെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ മാലിനി വന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെ ഒരു കുട്ടിയെക്കുറിച്ച് ഇവിടെ ആർക്കും അറിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഐശ്വര്യ പറഞ്ഞത് ഈശാന്തിയും അങ്ങനെ തന്നെ പറഞ്ഞത്, അങ്ങനെ ആരും അറിയില്ല, പക്ഷേ ഈ നടയിലുണ്ട്, ഈ പരിസരത്തുണ്ട്, അമ്പലനടയിലുണ്ടോന്ന് അത് തീർച്ചയാണെന്നിങ്ങനെ ഐശ്വര്യ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ തിരിഞ്ഞു പോകാൻ നേരം നട തുറക്കുന്നുണ്ട്. നട തുറക്കുമ്പോൾ രാധിക ചെന്നിട്ട് നടയിൽ അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോഴും ഐശ്വര്യ മാലിന്യ പോകാൻ പറഞ്ഞപ്പോൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞതായി. ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പുതിയൊരു എപ്പിസോഡുമായി വരുന്നവരെ ബൈ.